ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്റ്റോറി അവർക്ക് വേണ്ടി നമ്മളെല്ലാം എപ്പോഴും കംപ്ലൈന്റ് ചെയ്യത്തില്ലേ, നമ്മളെ ഒത്തിരി പ്രയത്നിച്ചിട്ട് ഒന്നും ആകാൻ പറ്റാത്ത അങ്ങനെ മിക്കവാറും പേര് 90% പേര് ഇങ്ങനെയാണ് പറയുന്നത്. നല്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു സക്സസ് അങ്ങോട്ട് ആകുന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ പണ്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ആളാണ്, അയാളുടെ ജീവിതത്തിന്റെ കഥ അയാൾ പറഞ്ഞായിരുന്നു. അയാൾ ആരും ഇല്ലാത്ത ഒന്നും ആകാതിരുന്ന ഒരു സമയമായിരുന്നു. ഇല്ല സമയത്ത് അയാള് ഒരു വൃദ്ധനെ കണ്ടായിരുന്നു. വൃദ്ധനെ കണ്ടപ്പോൾ വൃദ്ധനോട് പറഞ്ഞു, സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞ് വൃദ്ധനോട് പറഞ്ഞു, അയാള് ഭയങ്കര എനർജിയാണ്, എനിക്ക് ഭയങ്കര എനർജിയാണ്, ഭയങ്കര എന്തോ ചെയ്യാൻ ഭയങ്കര ഇതുണ്ട്, എഫേർട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അങ്ങോട്ട് സക്സസ് ആകുന്നില്ല, അങ്ങോട്ട് അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ ഒന്നും ആകുന്നില്ല. അയാൾ പറഞ്ഞു, വൃദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ ഗോൾസ് എന്താണ്, ലിസ്റ്റ് ഓഫ് ഗോൾസ് എന്താണ്? അപ്പൊ അയാൾ ചോദിച്ചു, അതെന്ത് ലിസ്റ്റ് ഓഫ് ഗോൾസോ? പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ എന്തോ ആകാൻ ആഗ്രഹിക്കുന്ന അത് നീ എന്തോ എഴുതി വെച്ചിട്ടുണ്ടോ? എന്തോ? പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. എന്തുവാകും? എന്നാ എനിക്ക് വലിയ പൈസക്കാരനാണ്, ഒത്തിരി പൈസ ഉണ്ടാക്കണം. അപ്പം വൃദ്ധൻ ചോദിക്കുക, എത്ര പൈസ വേണ്ടേ എന്നൊക്കെ? പറഞ്ഞു, അങ്ങനൊന്നുമില്ല, എത്ര കിട്ടിയാലോ അത്ര നല്ലേ. അയാൾ പറഞ്ഞു, അതുകൊണ്ടാണ് നിനക്കൊന്നും കിട്ടാത്തെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ നിനക്കൊരു സ്റ്റേഷനിൽ പോവാ, ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് നീ അവിടെ ചെന്ന് സ്റ്റേഷൻ ടിക്കറ്റ് എടുക്കുന്നവരോട് പറയുക ടിക്കറ്റ് എടുക്കണം. അപ്പൊ അവർ ചോദിക്കും എവിടെ പോകണ്ടേന്ന്. പറഞ്ഞാൽ എവിടെ വെള്ളം പോയാൽ മതി. അങ്ങനെ ഇപ്പൊ അവർക്ക് നമുക്ക് ഏതെങ്കിലും ടിക്കറ്റ് എടുത്ത് തരുമോ? തരത്തില്ല. നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലം വേണം. നമുക്ക് മാവേലിക്കര പോകണം, നമുക്ക് എറണാകുളത്ത് പോകണം, നമുക്ക് തിരുവനന്തപുരത്ത് പോകണം. അങ്ങനെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാലേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഗോൾസ് എന്തുവാണ്, നമുക്ക് ഈ ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് എന്തോ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. അതൊരു നമ്മൾ ഒരു പേപ്പറിലോ എവിടെയെല്ലാം എഴുതി വെക്കുക. അതാണ് എഴുതി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മുടെ 2-3 ടാർഗറ്റ് ഗോൾസ് ഉണ്ടായിരിക്കും ജീവിതത്തിൽ, നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം. അത് നമ്മളൊരു എഴുതി വെച്ചിട്ട് നമ്മളൊരു ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക. നമ്മൾ രാവിലെ എണ്ണിച്ച് അവിടെ ചെല്ലുക, ഇതിന്റെ ഗോൾസ് നമ്മൾ വായിക്കുക. ഇതാണ് നമ്മുടെ ഗോൾസ്. നമ്മുടെ പലർക്കും പല മേഖലയിൽ ഈ ശോഭിക്കാൻ വേണ്ടി ഓരോ ഗോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊച്ചുപിള്ളേർക്ക് വേണ്ടിയാണ്. നമ്മൾ വളർന്നു വരുന്ന 8-ലും 9-ലും ഒക്കെ 7-ലും ഒക്കെ ഉള്ള പിള്ളേർ, അവർക്ക് ഒരു ഗോൾസ് ഇല്ല. അവർ ചുമ്മാ പഠിച്ചു പോകുന്നതേ ഉള്ളൂ, പഠിച്ചു പോവുക. അവരോട് ചോദിച്ചാൽ എന്തോ ആവണമെന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ പോകുന്ന പിള്ളേർക്ക് എങ്ങും ആകാൻ പറ്റുന്നില്ല. അവർക്ക് ഈ പെർസെന്റേജ് ഒക്കെ ഒന്നും കിട്ടാത്ത അതിന് വേണ്ടി അവർക്കൊരു ഗോൾസ് ഇല്ല. അവർക്കൊരു ആദ്യമേ അവർക്ക് വേണമെങ്കിൽ എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു കളക്ടറാകണം, എനിക്ക് IAS ആകണം, IPS ആകണം. അതൊരു ഗോൾസ് ആദ്യമേ കൊച്ചു പിള്ളേർക്ക് മനസ്സിൽ വേണം. മനസ്സിൽ ഇപ്പം ഗോൾസ് ഇല്ലാത്ത പിള്ളേരെ ഒന്നും ആകത്തില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞത്, നമ്മളിപ്പം പണ്ടത്തെ നമ്മൾ ആരോ ചെയ്യുവാണ്, നമ്മള് എവിടെയെങ്കിലും അമ്പും വില്ലും ഏതില്ലേ, അവിടെ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെയെങ്കിലുമൊക്കെ കുത്തിയാലും എവിടെയെങ്കിലുമൊക്കെ അയച്ചാലും ഒന്നും കിട്ടത്തില്ല. പക്ഷെ നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്ക് ഈ ടാർഗറ്റിലാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അവിടെ ഭേദിക്കണ്ടേ. ഇപ്പൊ ടാർഗറ്റ് ഇട്ട് വന്നാൽ അതിന് നമ്മള് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു ലൈഫിൽ ഒരു ടാർഗറ്റ് വേണം. നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും, നമുക്ക് എല്ലാത്തിനും, നമ്മുടെ ഓഫീസിലായാലും, നമ്മളിപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ കമ്പനിയിലായാലും ഹെഡ് ആകണം, HOD ആകണം. അങ്ങനെ പല നമ്മള് ബിസിനസ് ആണെങ്കിലും നമുക്ക് ഈ IT പോകണം, ഇവിടെ പോകണം, നമ്മുടെ ഇത്രയും ടേൺ ഓവർ ആയിരിക്കണം. അതെല്ലാം നമുക്കൊരു ഗോൾസ് വേണം. ഇല്ല ഗോൾസ് നമ്മൾ എഴുതി വെക്കുക. അത് നമ്മൾ എന്നും അതിനെ പോയി രാവിലെ കാണുക. രാവിലെ കാണുമ്പോഴേ നമുക്കൊരു എനർജി കിട്ടും. ഈ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യണം. അപ്പൊ എപ്പോ വരെ ഗോൾസ് ഇല്ല അപ്പൊ വരെ നമുക്ക് ഒരു സക്സസും കിട്ടത്തില്ല. അപ്പം പിന്നില്ലേ അദ്ദേഹം വൃദ്ധം പറഞ്ഞ പോലെ അയാളുടെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പ്രയത്നിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ സക്സസ്ഫുൾ ആയി. അയാളുടെ ജീവിതത്തിന്റെ രഹസ്യം അത് തന്നെയാണ്. ഗോൾസ് അയാൾ അച്ചീവ് ചെയ്തു. അയാൾ ആദ്യം ഗോൾസ് ഉണ്ടാക്കി, പിന്നെ അതിന് ഗോൾസിനെ അച്ചീവ് ചെയ്തു. അതുപോലെ നമ്മളും എല്ലാ പിള്ളേർക്കും, കൊച്ചു പിള്ളേർക്ക് ആദ്യം തൊട്ട് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ മനസ്സിൽ. നമ്മളിപ്പോ പിള്ളേർ പഠിക്കുക, എക്സാമ്പിൾ ഞാൻ പറയാം, എഞ്ചിനീയറിംഗിന് പോവുക, എഞ്ചിനീയറിംഗ് വേറെ ഗോൾസ് ഇല്ല, അവരിങ്ങനെ പഠിക്കുക, ആ പെർസെന്റേജ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സയൻസ് എടുക്കും.
നമുക്ക് അതിനനുസരിച്ച് മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ IT യോ എന്ത് വേണ്ടും CA കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതെടുക്കാം. പെർസെൻറ്റേജിനനുസരിച്ചാണ്. പക്ഷേ നമ്മൾ ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യുക നമ്മൾ ഏത് ഫീൽഡിലാണ് പോകേണ്ടത്, എഞ്ചിനീയറിംഗിൽ ഏത് ഫീൽഡിലാണ് പോകേണ്ടത് ആക്കി. പിന്നെ നമുക്ക് IIT പോകണം. നമ്മുടെ ഗോൾസ് IIT ആയിരിക്കണം. IIT മദ്രാസ്, IIT ചെന്നൈ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഗോൾസ്. നമ്മൾ ആദ്യം എഴുതി വെച്ചാൽ നമുക്ക് IIT ചെന്നൈ പോകണം. അപ്പോൾ അത് പോകണം. അപ്പോൾ അതിലെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി താഴെ പ്രൊസീജിയർ കാണും. ഇതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്ര പെർസെൻറ്റേജ് വേണം, ഇത്ര ഇത് വേണം, ഇത്ര കോളേജ്, ഇത്ര കട്ടൗട്ട്, ഇത്ര പെർസെൻറ്റേജ് വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്താലേ നമുക്ക് താഴെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും ഗോൾസ് ഇല്ലാത്ത മനുഷ്യരാണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഗോൾസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ പഠിത്തത്തിൻ്റെ അനുസരിച്ച്, അല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച് ഏതെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുക. ഇല്ല, ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങാം. ഇന്ന് തൊട്ട് തുടങ്ങുവാണെങ്കിൽ നമ്മൾ എത്ര എളുപ്പം അത്ര എളുപ്പം അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഹാപ്പി.